ചോദിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് വരുന്നുണ്ടല്ലോ. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു ഇതെന്നുള്ള രീതിയിൽ അവർക്ക് ഒരുപാട് ഇപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും കാണണമെന്നില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മണി മാനേജ്മെൻറ്റിന് ഒരു മണി മാനേജ്മെൻറ്റ് ഒരു ടിപ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവരൊരു ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ശരിക്കും ഞങ്ങളടുത്ത് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുള്ളൂ. ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ നിങ്ങളും ബിസിനസ്സിന് രണ്ടാണ്. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പല ആൾക്കാരുടെയും വിഷയം പറഞ്ഞാൽ ഞാൻ കമ്പനിയുടെ മുതലാളിയല്ലേ, അപ്പോൾ എനിക്ക് കാശ് എപ്പോഴും എടുക്കാമെന്നൊരു തോന്നലുണ്ടാവും. യെസ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയെ സംബന്ധിച്ച് നിങ്ങളൊരു എംപ്ലോയി മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കമ്പനിയുടെ CEO ആയിരിക്കും, MD ആയിരിക്കും, പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് യു ആർ എൻ എംപ്ലോയി. അപ്പോൾ എംപ്ലോയിക്ക് കാശ് എടുക്കാൻ പറ്റുന്ന റൈറ്റ് എന്താ? ശമ്പളം എടുക്കുക. ആ ശമ്പളം എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട് ശമ്പളം എടുക്കാൻ പറ്റും. അത് ആസ് എ MD നിങ്ങളുടെ റൈറ്റാണ്. ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കണം, അത് കമ്പനി അത് തന്നിരിക്കണം. അത് നിങ്ങൾക്കും കമ്പനിയുടെ ഈ ബന്ധം മനസ്സിലാക്കിയോ അന്ന് രക്ഷപ്പെട്ടു. അതോടൊപ്പം കമ്പനിയോടൊപ്പം ഒരു റവന്യൂ ഉണ്ടാക്കുക, ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കുക, അതിലൊരു റിസർവ് എപ്പോഴും ഉണ്ടാക്കി കാണിക്കുക. അതിലും ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക. ഫസ്റ്റത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു വർഷം കമ്പനിക്ക് ഒരു റവന്യൂ ഒന്നുമില്ലെങ്കിലും ശമ്പളം കൊടുക്കാനുള്ള അല്ലെങ്കിൽ കമ്പനി റൺ ചെയ്യാനുള്ള കാശ് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ ട്രഷറിയിൽ ഡേ 1 തുടങ്ങി ഉണ്ടാക്കുക. സെയിൽസ് ആണ് ഫസ്റ്റ് ടാർഗറ്റ്. അതേമാതിരി സെക്കൻഡ് ടാർഗറ്റ് വെച്ചാൽ നിങ്ങളുടെ റിസർവ് ഉണ്ടാക്കാന്നുള്ളതാണ്. സെക്കൻഡ് അല്ല, ഒപ്പത്തിനൊപ്പമുള്ള ടാർഗറ്റ് വെച്ചാൽ അതാണ് കമ്പനി നിലനിൽക്കുള്ളൂ. അപ്പോൾ സെയിൽസ് ചിലപ്പോൾ കുറഞ്ഞ മതി, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രഷറി മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ കമ്പനി എന്നൊക്കെ നിലനിൽക്കും. ഇത് ഞാൻ ഈ പറഞ്ഞതിൽ കുറേ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയവർക്ക് അവർക്ക് മനസ്സിലാവും. അല്ലാത്തൊരു ഓഫീസിൽ വിളിക്കണമെങ്കിൽ അവർക്ക് പറഞ്ഞുതരാം. എക്സാക്ട്ലി. അല്ല, അത് വേണമല്ലോ. അത് കാര്യം വെച്ചാൽ അവർക്ക് എന്തായാലും ഇത്തരം കാര്യം നമുക്ക് പെട്ടെന്നൊരു സെക്കൻഡ്സിനുള്ള അല്ലെങ്കിൽ മിനിറ്റിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഒരു ലോങ് ടേം പ്രോസസ്സും കൂടെയാണല്ലോ. അപ്പോൾ അത് ഉറപ്പായിട്ടും അത്തരം ആൾക്കാർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഞാനങ്ങനെ ഒരു സെയിൽസിന് വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഈ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണോ, ഇത് മനസ്സിലാക്കണോ ചെയ്യുന്നുണ്ടാവും. അല്ലാത്തവർക്ക് ഡെഫിനറ്റ്ലി യു സിറ്റ് ആൻഡ് തിങ്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. അല്ല, അങ്ങനെയുള്ളവർ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു മാർജിൻ കയറുമ്പോൾ ടേൺ ഓവർ വരുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കും അല്ലാതെയും എടുത്ത് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് അവസാനം ടോട്ടൽ ലോസിലേക്ക് പോകുന്ന അവസ്ഥ, ഈ പറഞ്ഞ പോലെ സാലറി കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ പോകുന്ന ഒരുപാട് കമ്പനീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചത്. വെരി റിലവൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും മാർക്കറ്റിംഗ് സെയിൽസിനൊക്കെ ഭയങ്കര കളർഫുൾ ആയിരിക്കും. പക്ഷേ അക്കൗണ്ട്സ് ടീമിൽ ശരിക്കും പറഞ്ഞാൽ അത് BCom തോറ്റ ഒരുത്തിന് 20,000 രൂപ ശമ്പളം കൊടുത്തായിരിക്കും വെച്ചേക്കണം. എക്സാക്ട്ലി. ശരിക്കും ആ അക്കൗണ്ട്സിലിരിക്കുന്ന ആൾക്ക് മുതലാളിനെ ചോദിക്കാനുള്ള കഴിവുണ്ടാണ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിലവാക്കണത്, ഇതിന് എങ്ങനെയാണ് നാളെ ഇൻകം വരുന്നത് എന്ന് ചോദിക്കാനുള്ള കഴിവ് അങ്ങേർക്ക് ഉണ്ടാവണം. ദാറ്റ് ഈസ് വെയർ തിങ്സ് ഗോ. ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ സംസാരിച്ചില്ല. അപ്പോൾ ഫാമിലിയെ കുറിച്ച് പറയാമോ? എന്താണ് ലൈക്ക് വൈഫ് എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ വൈഫ് സിത്താര, ആള് എഴുതും, റൈറ്ററാണ്, പോംസ് ഒക്കെ എഴുതും. പിന്നെ കുറേ പുള്ളി ഷീ ഹാസ് ഹെയർ ഓൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു യു ആർ നോട്ട് ഇന്റർഫിയറിംഗ് ഇൻ ടു ദാറ്റ് ബിസിനസ്. ഇത് മനസ്സിലാവില്ല ഇന്റർഫിയർ ചെയ്തത്. അതാണ് ഞാൻ വായിക്കാറുണ്ട് സിത്തു എഴുതുന്നത്. അതുകൂടാണ്ട് ആളുടെ കുറച്ച് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, അതിലൊക്കെ ചിലതൊക്കെ പബ്ലിഷ് ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു ആളും കുറേ ആൾക്കാർക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് എന്താ പറയുക, സിത്താര ടാലൻറ്റ് മനസ്സിലായിട്ടില്ലെന്നാണ്. ഐ തിങ്ക് കാലം വഴിയെ മനസ്സിലാക്കുമെന്ന് പറയുന്നത്. നമ്മുടെ യേശുദാസ് പാടാൻ പോയപ്പോൾ അദ്ദേഹം റിജക്റ്റഡ് പീസ് ആയിരുന്നു. ഐ തിങ്ക് ഷീ വിൽ ഗെറ്റ് ദാറ്റ് റെക്കഗ്നേഷൻ വൺ ഡേ. ആൻഡ് മോള് 13 വയസ്സ്, മോനെ കണ്ടില്ലേ, കുഞ്ഞുകുട്ടി. മോൻ 1.25 വയസ്സ്, ധ്രുവ്. മോള് നക്ഷത്ര. ആൻഡ് ഫാദറൊക്കെ കൊടുങ്ങല്ലൂർ. അവരവിടെ സെറ്റിലാണ്. അവരവിടെ. ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാരാണ്. പിന്നെ ബ്രദർ, 2 സിസ്റ്റേഴ്സ്. ഒരാൾ കല്യാണം കഴിക്കാണ്ട്, ഒരാൾ കല്യാണം കഴിച്ച് പുറത്താണ്. ഹാപ്പി ഫാമിലി ആയിട്ട് പോകുന്നു. വെരി ഗുഡ്. അപ്പോൾ അതിനകത്തുള്ളൊരു പേഴ്സണൽ ബഡ്ജറ്റിങ്ങിലൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അതൊക്കെ വൈഫാണ്. അതൊക്കെ ഞാൻ എൻ്റെ വൈഫ് അത്രയധികം, വൈഫിന് ഒരു മാസം ഒരു ശമ്പളമുണ്ട്. ആൻഡ് സോ ഐ വോണ്ട് ഇന്റർഫിയർ ദാറ്റ് മണി. സിത്താരെന്ന് പറഞ്ഞു കറക്റ്റ് ബഡ്ജറ്റിൽ എന്നേക്കാളും പോകണം. കാരണം കിട്ടുന്ന പൈസയിൽ പകുതി പൈസ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യും. ഒരുപാട് പേര് അങ്ങ് ഫോളോ ചെയ്യുന്നുണ്ട്, അങ്ങ് പറയുന്ന ടിപ്സ് എടുക്കുന്നുണ്ട്, സ്ട്രാറ്റജീസ് എടുക്കുന്നുണ്ട്. അവരവരുടെ കാര്യത്തിലൊക്കെ പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താറുണ്ട്, മണി മാനേജ്മെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഗോൾ എന്താണ്? ലൈക്ക് പെൻഡാഡ് സെക്യൂരിറ്റീസിനും അതേ ഗോൾ തന്നെ ആയിരിക്കണം. ഞാൻ അത്തരം ഒരു പ്രൊഫഷണൽ ഗോളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിക്ക്
സത്യം പറഞ്ഞാൽ പെൻഡാഡിൽ ഞാനെപ്പോഴും ഓഫീസിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ എല്ലാവരെയും ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റേഴ്സ് ആക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഈ ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഗോളിനെ ബേസ് ചെയ്തിട്ട്, ഫിനാൻഷ്യൽ ഗോളിനെ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഇവരെ ഇൻസ്പയർ ചെയ്യുക, സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പൈസ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു റോള് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഓഫീസിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, അത് എത്രമാത്രം ശരിയാവേണ്ടെന്നുള്ളത് വിളിക്കുന്ന ക്ലയൻസിന് പറയാൻ പറ്റും. പക്ഷേ ഒരാൾ വിളിക്കുന്ന ടൈമിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എല്ലാ സെയിൽസിലും നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ഭയങ്കര കറക്റ്റ് ആയിരിക്കും. ഒന്നുമില്ലെങ്കിൽ അവർക്ക് വല്ല കടോ അല്ലെങ്കിൽ അവർക്ക് പൈസ മാനേജ് ചെയ്യാൻ പറ്റില്ല, അതാണ് അവരുടെ പ്രോബ്ലം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇങ്ങനെ പൈസ വരുന്നുണ്ട്, എനിക്ക് റിട്ടയർമെൻറ്റ് എടുക്കണം, ഇതൊക്കെയുണ്ട്. ചിലപ്പോൾ ക്ലയൻസ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ക്ലയൻറ്റിന് റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ മിനിമം ഒരു 3 കോടി രൂപ വേണം. ആ 3 കോടി എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വാല്യൂ അഡിക്ഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 ലക്ഷം രൂപ, ഇപ്പോൾ 50,000 രൂപ മാസ ചിലവുള്ള ഒരാൾക്കാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ മാസ ചിലവുണ്ടാവും. 1 ലക്ഷം രൂപ മാസം കൊടുക്കണമെങ്കിൽ 3 കോടി രൂപ വേണം. അത് ആൾക്ക് സേവ് ചെയ്യാനൊക്കെ മടിയായിരിക്കും. അങ്ങനെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഇത്തിരി ദേഷ്യത്തോടെ ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് മാസം സേവ് ചെയ്യിപ്പിക്കാനായിട്ട് പ്രലോഭിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിന് വീണിയുടെ ലോങ് ടൈം റിലേഷൻഷിപ്പ്. അങ്ങേർക്ക് നമ്മുടെ അടുത്തും കംഫർട്ട് വേണം, നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തും കംഫർട്ട് വേണം. അപ്പോൾ അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഓഫീസിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഇനി ചാരിറ്റി ചെയ്യേണ്ട, ഇതാണ് പുണ്യപ്രവൃത്തി. പെൻഡാഡിനെ സംബന്ധിച്ച് ഞാൻ കാണുന്ന കാര്യം വെച്ചാൽ ഇതൊരു ബ്രോക്കിംഗ് ഫേമാണ്. ഇത് പലപ്പോഴും ആളുകൾക്ക് ബ്രോക്കിങ്ങിൽ നിന്ന് വന്നിട്ട് ആളുകൾ ഒത്തിരി ഗ്രീഡിൻ്റെ പേരിലും ഫിയറിൻ്റെ പേരിലും വന്നിട്ട് പൈസ നശിപ്പിച്ച് കളയാം. അതിലൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ആളുകൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ വരുന്ന ടൈമിൽ ഈ പൈസ വേണം കേട്ടോ, ഞങ്ങൾ റിഡീം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആശ്വാസത്തോടെ എടുക്കാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് ടൈമിൽ ഒരു ടെൻഷൻ ഇല്ലാതെ പറ്റുന്നു. ഇനി ഒരു ബ്രെഡ് വിന്നറായ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് പൈസ മാനേജ് ചെയ്യാനായിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ നമ്മളുടെ ഹെൽപ്പോടെ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഇത് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഐ തിങ്ക് ഇഫ് ഐ ക്യാൻ ഡൂ ദിസ് ടു ദ കറക്റ്റ് വേ, ഐ വിൽ ബി ഹാപ്പി. My company's purpose is fulfilled. ഇത് ചെയ്താൽ തന്നെ ഐ തിങ്ക് we can be remembered as one of the best company take care of the clients. And that respect will be in India, right? In India. Yeah, in India. എൻ്റെ ആവശ്യം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കൺഫ്യൂഷനാണ്, ഇന്ത്യ എന്ന് പ്രാർത്ഥിക്കണം ഗ്ലോബൽ എന്ന് പ്രാർത്ഥിക്കണം. സോ നമ്മൾ വിഷണറി ആകുമ്പോൾ ഗ്ലോബലി ചിന്തിക്കല്ലോ. ഗ്ലോബലി ചിന്തിക്കുമ്പോൾ എനിക്കുള്ള ചോദ്യം വെച്ചാൽ ആം ഐ റെഡി ഫോർ ദാറ്റ്? സത്യം പറഞ്ഞു ഇവൻ ഇന്ത്യ പോലും പറയുമ്പോൾ എൻ്റെ ചോദ്യം ആം ഐ റെഡി ഫോർ ദാറ്റ്? അപ്പോൾ ഞാൻ അപ്പോൾ ദൈവത്തോട് പറയുന്ന കാര്യം അതിനുള്ള വിവരം ഒന്ന് എനിക്ക് തായും. നമ്മളിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്ന് ഇപ്പോൾ ആ മേഖലയിൽ തന്നെ സക്സസ്ഫുള്ളായി നിൽക്കുന്ന മിസ്റ്റർ നിഖിൽ ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസും മണി മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ടിപ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. സോ ഇറ്റ്സ് എ വെരി നൈസ് ടോക്കിംഗ് വിത്ത് യു. ഇറ്റ്സ് എ പ്രിവിലേജ് ടു ടോക്കിംഗ് വിത്ത് യു. Thank you so much for coming. Yeah, thank you, Sri, for inviting me, and I enjoyed thoroughly. Thank you.